ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബുവൻ പനക്കൽ. ഇന്ന് നമ്മൾ 12ാം ക്ലാസ്സിലെ ഹിന്ദി രണ്ടാമത്തെ ചാപ്റ്റർ ബേട്ടി കെ നാം, ആ ചാപ്റ്ററിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോമൺ പാരഗ്രാഫാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ കോമൺ പാരഗ്രാഫ് ബൈഹാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ചാപ്റ്ററിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം ആയിട്ട് ആ പാരഗ്രാഫ് എഴുതാവുന്നതാണ്. രണ്ടാമത്തെ ചാപ്റ്ററായ ഈ ബേട്ടി കെ നാം എന്ന ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആ കോമൺ പാരഗ്രാഫിലേക്ക് കടക്കാം. बहादुर शाह जफर हिंदी के अंतिम मुगल बादशाह थे. ബഹാദൂർ ഷാ ജഫർ ഡൽഹിയിലെ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്നു. അംഗ്രേസോനെ ഉസേ കൈദ് കർ രംഗൂൺ ഭേജ് ദിയ. ഇംഗ്ലീഷുകാര് അദ്ദേഹത്തെ നാടുകടത്തി രംഗൂണിലേക്ക് അയച്ചു. രംഗൂൺ മേ ഹി ഉസ്കി മൃത്യു ഹോഗി. രംഗൂണിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടത്. കുൽസും ജമാനി ബേഗം ബഹാദൂർ ഷാ ജഫർ കി ബേട്ടി थी. ബഹാദൂർ ഷാ ജഫറിന്റെ പുത്രിയായിരുന്നു കുൽസും ജമാനി ബേഗം. വേ ദില്ലി മേം കൈദ് थी. അവർ ഡൽഹിയിൽ ബന്ധനത്തിലായിരുന്നു. ബേട്ടി കി ഖത്ത് പഠിക്കർ ഉസ്കി ആംഖേം ഭർ ഗയി. പുത്രിയുടെ എഴുത്തു വായിച്ച് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഈദ് കെ ഏക് ദിൻ കുച്ച് മുസൽമാൻ ഉസേ കുച്ച് തോഹഫെ ദിയെ. ഒരിക്കൽ ഈദിന്റെ അവസരത്തിൽ കുറച്ച് മുസ്ലിങ്ങൾ അദ്ദേഹത്തിന് കുറച്ച് സമ്മാനങ്ങൾ നൽകി. ഉസ്കെ ബദലെ ബഹാദൂർ ഷാനെ റാണി കാ ഏക് ഹാർ ദേ ദിയ. അതിന് പകരമായിട്ട് ബഹാദൂർ ഷാ തന്റെ റാണിയുടെ ഒരു ഹാരം നൽകി. അംഗ്രേസോനെ കൈദിയോം കാ ഖർച്ച ആധാ കർ ദിയ. അതുകൊണ്ട് ഇംഗ്ലീഷുകാര് കൈദികളുടെ ചിലവ് വെട്ടിക്കുറച്ചു. दिल्ली में बंधन में रहने वाली पुत्री की और दिल्ली वासियों की दुरवस्था का विवरण बहादुर को एक आमसूनामा था. ദില്ലിയിൽ ബന്ധനത്തിലായിരുന്ന പുത്രിയുടെയും ദില്ലി വാസികളുടെയും ദുരവസ്ഥ മനസ്സിലാക്കിയ ബഹാദൂറിന് ആ ലെറ്റർ ഒരു വേദനാജനകമായിരുന്നു. ജവാബി പത്രമേം ഷാ വക്ത് കർത്താഹിക്ക് മറുപടി കത്തിൽ ബഹാദൂർ ഷാ ജഫർ വ്യക്തമാക്കുന്നത്, ദില്ലി വാലെ മുജ്കോ രോത്തേ ഹോങ്കി. ഡൽഹിയിലുള്ളവർ എന്നെ ഓർത്ത് കരയുന്നുണ്ടാകും. മെയിം ഭി ഉൻകോ രോത്താഹും. ഞാനും അവരെ ഓർത്ത് കരയുന്നു. യഹാം शासक की പ്രജാവത്സലത ഔർ ഹംദർദി പ്രകട് ഹോത്തി ഹെ. ഇവിടെ ഭരണാധികാരിയായ ബഹാദൂർ ഷാ ജഫറിന്റെ പ്രജാവത്സലത എന്ന് പറഞ്ഞാൽ പ്രജകളോടുള്ള വാത്സല്യം, ഔർ ഹംദർദി അവരോടുള്ള ദയവ് ആണ് പ്രകടമാകുന്നത്. ഇതാണ് ബേട്ടി കെ നാം എന്ന ആ പാഠത്തിൻ്റെ ഒരു ഏകദേശ സമ്മറി. ആ പാഠം ഇതുവരെ പഠിക്കാത്തവർക്ക് ഈ പാരഗ്രാഫ് വളരെ കൂടുതൽ പ്രയോജനം ചെയ്യുന്നതാണ്. അതിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും ഇതിൽ തന്നിരിക്കുന്ന സെന്റൻസുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് എഴുതി മുഴുവൻ മാർക്കും വാങ്ങുവാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പമുള്ള
ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്.